യഥാർത്ഥ ദൈവമാണോ? അതിന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? താൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മുസ്ലിം മത സഹോദരൻ ചോദിച്ച വീഡിയോയ്ക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉള്ള മറുപടികൾ മാക്സിമം സാധാ ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ ഉള്ള മറുപടി ഞാൻ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ചരിത്രകാരന്മാരാരെങ്കിലും തന്നെ യേശുക്രിസ്തു ദൈവമാണ് എന്ന് എന്തെങ്കിലും തെളിവുകൾ നൽകിയിട്ടുണ്ടോ എന്ന ഒരു സബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദിമകാല ചരിത്രങ്ങൾ എഴുതിയ ചരിത്രകാരന്മാരുടെ വാക്കുകൾ, യേശുവിനെ എതിർത്തിരുന്ന ഏതെങ്കിലും ചരിത്രകാരന്മാരുണ്ടായിരുന്നോ, അങ്ങനെയെങ്കിൽ അവരുടെ വാക്കുകൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളിൽ അക്രൈസ്തവ സാക്ഷ്യങ്ങളിൽ, അതായത് ക്രൈസ്തവനല്ലാത്ത ക്രിസ്തുവിന് വിരോധിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു താലസ്. റോമക്കാരനായ താലോസിൻ്റെ കൃതികളെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും മറ്റ് ചരിത്രകാരന്മാരുടെ ഉദ്ധരണികളിൽ നിന്നും താലോസിനെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. സെക്സ്റ്റസ് ജൂലിയസ് ആബ്രിക്കാനോസ് എന്ന ചരിത്രകാരൻ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ താലോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയാണ് താലോസ് എഴുതിയിട്ടുള്ളതെന്ന്, യേശുവിൻ്റെ മരണസമയത്തുണ്ടായ അന്ധകാരത്തെ സൂര്യഗ്രഹണം എന്നാണ് താലോസ് പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമായി രണ്ട് ചരിത്രകാരന്മാർ താലോസ് പറഞ്ഞതിനെ അവർ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ അനുകൂലിച്ചല്ല താലോസ് എഴുതിയിട്ടുള്ളത്, പകരം യേശുക്രിസ്തുവിനെതിരെയാണ് താലോസ് എഴുതിയിട്ടുള്ളത്. യേശുവിനെ അംഗീകരിക്കാത്ത വ്യക്തി യേശു മരിച്ച സമയത്ത് ഉണ്ടായ പ്രകൃതിയിലുണ്ടായ മാറ്റം കണ്ടിട്ട് യേശു ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞ റോമൻ ശതാധിപൻ അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇത് സത്യമായും ദൈവമാണ്. താലസ് പറയുന്നു ഒരു സൂര്യഗ്രഹണം സംഭവിച്ചതാണ്. ഇത് താലസിൻ്റെ വാദമാണ്. രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് പ്ലീനി ദ യങ്ങർ എന്ന് പറയുന്ന വ്യക്തി. പ്ലീനി ദ യങ്ങർ, ഇദ്ദേഹം റോമ ഗവൺമെൻറ്റിൻ്റെ സെനറ്റിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലെറ്റർ എന്ന ഗ്രന്ഥസമുച്ചയത്തിൻ്റെ 10ാമത്തെ വാള്യത്തിലാണ് ക്രിസ്ത്യാനികളെക്കുറിച്ചും ക്രിസ്തുവിനെ പറ്റിയും പ്രതിപാദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്ത്യാനികൾ പതിവായി പ്രഭാതത്തിനു മുമ്പ് ഒരുമിച്ചുകൂടി സ്തുതിഗീതങ്ങൾ പാടി യേശു എന്ന് വിളിച്ചിരുന്ന ക്രിസ്തുവിനെ ദൈവമായി ആരാധിച്ചിരുന്നു എന്ന് പ്ലീനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രഭാതത്തിന് മുമ്പ് ഒത്തുകൂടി യേശു എന്ന ക്രിസ്തുവിനെ ദൈവമായി അവർ ആരാധിച്ചിരുന്നുവെന്ന് പ്ലീനിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ പ്ലീനി റോമൻ ഗവൺമെൻറ്റിലെ സെനറ്റ് മെമ്പറാണ്. അതായത് ആദിമ ക്രിസ്ത്യാനികൾക്ക് യേശു ദൈവമാണെന്നുള്ള വെളിപാടുണ്ടായിരുന്നു. അവർ യേശുവിനെ ദൈവമായി അവർക്ക് കാണാൻ തക്കവണ്ണം ദൈവപിതാവ് അവരുടെ ഹൃദയങ്ങളെ ഓപ്പണാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത വ്യക്തിയുടെ സാക്ഷ്യമായിരുന്നു ഈ പ്ലീനി ദ യങ്ങറിൻ്റെ സാക്ഷ്യം. ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പ്ലീനിയുടെ വാദം നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റുമോ? സ്വാത്തേഡിയൂസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് അടുത്തൊരു വ്യക്തി. ഇദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, റോമൻ എഴുത്തുകാരനായ ഈ സ്വാത്തേഡിയൂസ് 12 ചക്രവർത്തിമാരെ കുറിച്ച് എഴുതിയ ദി വിറ്റ സിസേറിയം എന്ന കൃതിയിൽ ക്രിസ്തുവിനെക്കുറിച്ച് ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുസിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയ ചില യഹൂദരെ ക്ലൗഡിയസ് ചക്രവർത്തി റോമ നഗരത്തിൽ നിന്ന് ബഹിഷ്കരിച്ചുവെന്ന് സോത്തേഡിയൂസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഒരു ചരിത്രകാരൻ്റെ വാക്കാണ് ടാസിറ്റസ്. ടാസിറ്റസിൻ്റെ വാക്ക്, ഇദ്ദേഹവും റോമൻ ചരിത്രകാരനാണ്. സോത്തേഡിയൂസും റോമൻ ചരിത്രകാരനാണ്. പ്ലീനി ദ യങ്ങർ റോമൻ ചരിത്രകാരനാണ്. റോമൻ ചരിത്രകാരനായ ഈ ടാസിറ്റസ് പറയുന്നത്, തൻ്റെ അനാൽസ് എന്ന കൃതിയിൽ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് AD 64 റോമിലുണ്ടായ അഗ്നിബാധയെക്കുറിച്ച് ഉള്ള വിവരണത്തിലാണ് അദ്ദേഹം ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും എഴുതുന്നത്. ക്രിസ്ത്യാനികൾ എന്ന വിഭാഗത്തിൻ്റെ സ്ഥാപകൻ ക്രിസ്തുവാണ്. ക്രിസ്തു തിബേരിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പൊന്തിയോസ് പീലാത്തോസിനാൽ വധിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ എന്ന ഈ അന്ധവിശ്വാസ പ്രസ്ഥാനം ആരംഭിച്ചത് യൂദായിലാണ്. ഇപ്പോൾ ഈ പ്രസ്ഥാനം റോമായിലും പ്രചരിച്ചിരിക്കുന്നു. ടാസിറ്റസ് ഒരു റോമൻ എഴുത്തുകാരനായതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ അന്ധവിശ്വാസമാക്കിയാണ് കാണുന്നത്. പക്ഷേ ടാസിറ്റസ് പറയുന്നത് എന്താണ്? ക്രിസ്ത്യാനികൾ എന്ന മതവിഭാഗത്തിൻ്റെ ആരംഭകൻ ക്രിസ്തുവാണ്. അതുപോലെ ഈ ക്രിസ്തു തിബേരിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പൊന്തിയോസ് പീലാത്തോസിനാൽ വധിക്കപ്പെടുകയും
ക്രിസ്ത്യാനികൾ ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്ത് അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരു അന്ധവിശ്വാസ ഗ്രൂപ്പാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം യേശുവിനെ അന്ധമായി അവർ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതിന് കാരണം ഒരു ചക്രവർത്തിമാരെയും ഒരു സീസർമാരെയും ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനി പോലും ഒരു സീസറിൻ്റെയും പ്രതിമയെ വന്ദിക്കുന്നില്ല. അപ്പോൾ അന്ധമായി ഒരു പ്രതിമ പോലും ഇല്ലാത്ത ഒരു ദൈവത്തെ ഇവർ ആരാധിക്കുമ്പോൾ അന്ധമായി ആരാധിക്കുന്നത് കാരണം ഇവർ അന്ധവിശ്വാസികളെന്ന് ടാസിറ്റസ് തൻ്റെ ലേഖനങ്ങളിൽ തൻ്റെ കൃതിയിൽ എഴുതി വെച്ച ചരിത്രരേഖയാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. മറ്റൊരാളിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മാറാ ബെർ സെറാപ്പിയോൻ. അതായത് AD 70 ആണ് ഈ സംഭവം അദ്ദേഹം എഴുതുന്നത്. സെറാപ്പിയോനിൻ്റെ മകനായ മാറ എന്നയാൾ തൻ്റെ പുത്രനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ കത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്: യേശു എന്ന പേര് പരാമർശിക്കാതെ ജ്ഞാനിയായ ഒരു രാജാവ് എന്നാണ് ആ കത്തിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. ജ്ഞാനിയായ രാജാവ് സ്വന്തം ജനതയാൽ വധിക്കപ്പെട്ടു. യഹൂദ രാജ്യത്തിൻ്റെ അന്ത്യത്തിന് കാരണം അവർ ഈ രാജാവിനെ തിരസ്കരിച്ചു കളഞ്ഞതാണ്. തൻ്റെ പുതിയ നിയമത്തിലൂടെ ഈ രാജാവ് ഇന്നും ജീവിക്കുന്നു. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജ്ഞാനിയായ രാജാവ് യേശുവാണെന്നും പുതിയ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ സ്ഥാപനമാണെന്നും ആണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇപ്രകാരമാണ്. ഗ്രീക്ക് എഴുത്തുകാരനായ ലൂസിയൻ AD 165 രചിച്ച ദ ഡെത്ത് ഓഫ് പെരഗ്രീനൂസ് എന്ന ഗ്രന്ഥത്തിലാണ് യേശുവിനെ പറ്റി അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. അതായത് പെരഗ്രീനൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതം ഉപേക്ഷിച്ച് അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ക്രിസ്തു മതത്തിനെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളും മറ്റ് ലോകമോഹ ജഡമോഹ ലൈഫൊക്കെ ആണല്ലോ, അതൊക്കെയായിരുന്നു ഔട്ട്സൈഡിൽ. ഇതൊന്നും ക്രിസ്തു മതവിശ്വാസികളുടെ ഇടയിൽ ഇല്ലാത്തത് കാരണം ഇദ്ദേഹത്തിന് തിരിച്ചു പോകാനും ബുദ്ധിമുട്ടായി. അപ്പോൾ തിരിച്ചു പോയാൽ സ്വന്തം മതക്കാർ സ്വീകരിക്കുമോ ഇല്ലയോ ഈ ആശങ്കയൊക്കെ വന്നിട്ട് ഇദ്ദേഹം പോയി സൂയിസൈഡ് ചെയ്തു. അങ്ങനെ സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ ലൂസിയൻ ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുന്നത്, ദ ഡെത്ത് ഓഫ് പെരഗ്രീനിയൂസ്. അതായത് ഇദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു. ഈ പെരഗ്രീനിയൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വിപ്ലവകാരിയായിരുന്നു. ക്രിസ്തു മതത്തിൽ നിന്ന് ഇദ്ദേഹം സ്വന്തം മതത്തിലേക്ക് വരികയും അവിടെ വെച്ച് ഇദ്ദേഹം പിന്നെ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. ക്രിസ്തു മതവിശ്വാസികളെയും ക്രിസ്ത്യാനികളുടെ ദൈവത്തെയും അപമാനിച്ചുകൊണ്ടാണ് ലൂസിയൻ തൻ്റെ ലേഖനങ്ങളിൽ യേശുവിനെതിരെ പരാമർശിച്ചിട്ടുള്ളത്. ഇതെല്ലാം ആദ്യ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ്, ചരിത്രങ്ങളിലുള്ള രേഖകളാണ് ഇവയെല്ലാം. ഈ ലൂസിയൻ എഴുതുമ്പോൾ യേശു എന്ന പേര് എഴുതിയിട്ടില്ല. പകരം ആ മനുഷ്യൻ, അവർ ഇന്നും ആരാധിക്കുന്നവൻ, ആദ്യ നിയമദായകൻ, സംരക്ഷകൻ എന്നൊക്കെയാണ് ലൂസിയൻ യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകമായി പറഞ്ഞു, ആരാധിക്കുന്നത് ദൈവത്തെയാണ്, വർഷിപ്പ് ചെയ്യുന്നത് ദൈവത്തെയാണ്. മനുഷ്യനെയോ ഒരു പ്രവാചകന്മാരെയും ഒന്നും വർഷിപ്പ് ചെയ്യത്തില്ല. ഒരുവൻ വർഷിപ്പ് ചെയ്യണമെങ്കിൽ ആ വർഷിപ്പ് ചെയ്യുന്ന വ്യക്തിയുടെ അകത്ത് ഒരു വെളിപാട് ദൈവം കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ലൂസിയൻ യേശു എന്ന് പറയാതെ ആ മനുഷ്യൻ, ആദ്യ നിയമദായകൻ, അവർ ഇന്നും ആരാധിക്കുന്നവൻ. ഈ സമയം 165 സമയമാണ്, AD 165. യേശുക്രിസ്തുവിൻ്റെ മരണം, ഉത്ഥാനം ഒക്കെ കഴിഞ്ഞ് സഭ വളരുമ്പോൾ, റോമൻ പീഡനം ഒരു സൈഡിൽ നടക്കുന്ന സമയത്തും അവർ ഇന്നും ആരാധിക്കുന്നവൻ എന്നാണ് ലൂസിയൻ തൻ്റെ ലേഖനങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ക്രിസ്തു ദൈവമാണ് എന്നതിൻ്റെ തെളിവാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മറിയത്തിൽ നിന്ന് ജനിച്ച യേശു ദൈവമാണ് എന്ന തെളിവാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ പറഞ്ഞു തരുന്നത്. അടുത്ത വ്യക്തിയാണ് സെൽസസ്. ഇദ്ദേഹം ക്രിസ്തുമതത്തെ അവഹേളിക്കാൻ വേണ്ടി, ക്രിസ്തുമതത്തെ അവഹേളിക്കാൻ ഉദ്ദേശിച്ച മുന്നിട്ടിറങ്ങിയൊരു വ്യക്തിയായിരുന്നു സെൽസസ്. നല്ല വാക്സാമർത്ഥ്യമുണ്ട്. ആ ലെവലിൽ ജീവിച്ച് പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു ഈ സെൽസസ്. ഇദ്ദേഹം ക്രിസ്തുമതത്തെ ശക്തമായി അപമാനിക്കാൻ തീരുമാനിച്ചിറങ്ങി. AD 175 സെൽസസ് രചിച്ച ട്രൂ ഡോക്ട്രിൻ എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം യേശുവിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. ഈശോയുടെ ഉത്ഥാനം എന്ന് പറയുന്നത് വെറും ഒരു കൽപ്പിത കഥയാണ്. എല്ലാം ശക്തനായ ഒരു ദൈവമാണെങ്കിൽ എന്തിന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് മനുഷ്യരെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? മുകളിലിരുന്ന് തന്നെ കൽപ്പിച്ചാൽ പോരായിരുന്നോ? അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇദ്ദേഹം അജ്ഞരെന്നും ക്ഷിപ്രവിശ്വാസികളെന്നും നിർബന്ധ ബുദ്ധികളെന്നും നവീകരണക്കാരെന്നും വിഭാഗീയ ചിന്തകൾ പുലർത്തുന്നവരെന്നും അദ്ദേഹം ആക്ഷേപിക്കാൻ തുടങ്ങി. ഈശോയുടെ പ്രഥമ ശിഷ്യരെന്ന് പറഞ്ഞാൽ ഭയങ്കര വഞ്ചകരാണ്, ഉത്ഥാനം എന്ന് പറഞ്ഞാൽ കറക്റ്റല്ല, ഇങ്ങനെ വളരെ അപമാനകരമായ വിധത്തിലാണ്
യേശുവിനെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെയും സെൽസ്യൂസ് എഴുതി വച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ രണ്ട് തരത്തിലുള്ളവരെ കണ്ടു. നമ്മൾ ഇത്രയും സമയം കേട്ടതെല്ലാം വിജാതികളാണ്. റോമനും മറ്റ് ജാതികളും ക്രിസ്ത്യാനികളല്ലാത്തവർ യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഈ നല്ല സാക്ഷ്യങ്ങളും എതിർ സാക്ഷ്യങ്ങളുമാണ് നമ്മൾ കേട്ടത്. യേശുവിനെക്കുറിച്ചുള്ള യഹൂദ സാക്ഷ്യമാണ് അടുത്തത്. യഹൂദന്മാരായ ചരിത്രകാരന്മാർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം. അതിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് ഫ്ലാവിയസ് ജോസഫസ്. തൻ്റെ ആൻറ്റിക്കോട്ടീസ് ഓഫ് ദ ജ്യൂസ് എന്ന ഗ്രന്ഥത്തിലാണ് യേശുവിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ടിരുന്ന യേശു, ജ്ഞാനിയായ യേശു, ഒട്ടേറെ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു. അനേകം ഗ്രീക്കുകാരെയും യഹൂദരെയും യേശു തന്നിലേക്ക് ആകർഷിച്ചു. യഹൂദരിൽ ചിലർ യേശുവിൽ കുറ്റം ചുമത്തിയപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ യേശു 3-ാം ദിവസം വീണ്ടും ജീവനുള്ളവനായി പ്രത്യക്ഷപ്പെട്ടു. യേശുവിനെപ്പറ്റി അനേകം കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ പേരിൽ വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്ന വിഭാഗം ഇപ്പോഴുമുണ്ട്. ഇതാണ് ഫ്ലാവിയസ് ജോസഫസ് തൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇനി എന്താണ് വേണ്ടത്? യൂതന്മാരുടെ മറ്റൊരു ഗ്രന്ഥം, യൂതന്മാരുടെ ഒരു ഗ്രന്ഥത്തിൽ അതിനെ താൽമൂദ് എന്ന് പറയും. താൽമൂദ് എന്ന അറമായ വാക്കിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പഠനം. ഇതിൽ വാമൊഴിയായ പാരമ്പര്യങ്ങളും റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങളും കാലാകാലങ്ങളിൽ സമാഹരിച്ചു വച്ചിട്ടുള്ളതാണ് ഈ താൽമൂദിൻ്റെ ഉള്ളടക്കം. താൽമൂദ് 2 തരത്തിലുണ്ട്: പാലസ്തീനിയൻ താൽമൂദും ബാബിലോണിയൻ താൽമൂദും. പാലസ്തീനിയൻ താൽമൂദിലും ബാബിലോണിയൻ താൽമൂദിലും ക്രിസ്ത്യാനികളെയും യേശുവിനെയും വിമർശിക്കുന്ന അനേക പരാമർശനങ്ങൾ അതിനകത്ത് റബ്ബിമാർ എഴുതി വച്ചിട്ടുണ്ട്. യൂത റബ്ബിമാർ യഹൂദരെ യേശുവിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ 2 താൽമൂദിലും ക്രിസ്തുവിനെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ശക്തമായി വ്യാജമായ ആരോപണങ്ങൾ എഴുതി വച്ചിട്ടുള്ളത്. ഇനി ഒരു യൂതൻ പോലും ക്രിസ്തുവിനെ ദൈവമായോ അംഗീകരിക്കരുത്. അതുകൊണ്ട് അത്ര മോശകരമായ കാര്യങ്ങൾ അവർ എഴുതി വെച്ചു. അവരുടെ നിയമവുമായി ഒരിക്കലും ചേർന്നു പോകാൻ പറ്റാത്ത വണ്ണമാണ് അവർ എഴുതി വച്ചിട്ടുള്ളത്. അതിൽ ചില കാര്യങ്ങളാണ്: നസറായനായ യേശു ജാലവിദ്യകൾ കാട്ടുന്നവനായിരുന്നു. യേശു അനേകം യഹൂദരെ വഴിതെറ്റിച്ചു. പെസഹ തിരുനാളിൻ്റെ സാബത്ത് ദിവസം അതുകൊണ്ട് യേശുവിനെ അവരെ തൂക്കിലേറ്റി. മോശയുടെ നിയമത്തിനെതിരെ പഠിപ്പിച്ചു. ദേവാലയം മലിനമാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ 100 കുറ്റങ്ങൾ യേശുവിനെതിരെ ചുമത്തി. അതുകൊണ്ട് എന്ത് ചെയ്തു? പെസഹ തിരുനാളിൻ്റെ സാബത്ത് ദിവസം യേശുവിനെ തൂക്കിലേറ്റി കൊന്നു. തൂക്കിലേറ്റ് കൊന്നവൻ്റെ ഗ്രൂപ്പിലാരും നിങ്ങൾ പോകണ്ട, ഇതാണ്. പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിനെ അവർ മൂടിക്കളഞ്ഞു. അതാണ് ഇവരുടെയൊക്കെ രീതികൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അർത്ഥമാക്കുന്നത് എന്താ? മറ്റാരെയും കുറിച്ച് ഇത്രയും ചരിത്ര രേഖകളില്ലല്ലോ, മറ്റാരെയും കുറിച്ച് ഇത്രയും തെളിവുകൾ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ അനേകർ വിശ്വാസവീരന്മാർ, വിശ്വാസത്തിന് പുറത്തുള്ളവരും എന്തിനാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ എഴുതേണ്ടത്? കാരണം അവൻ ദൈവമായതുകൊണ്ടാണ്. പിൻതലമുറ, നമ്മുടെ കാലഘട്ടത്തിലുള്ള തലമുറയ്ക്ക് ശക്തമായ ഒരു തെളിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റൊരു പാരമ്പര്യമുണ്ട്. തൊളേഡോത്ത് യേശു എന്നാണ് അതിനെ പറയുന്നത്. റബ്ബീനിക് പാരമ്പര്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ ഒരു ക്രിസ്തു ചരിത്രം, അതാണ് ബുക്ക് ഓഫ് ദ ലൈഫ് ഓഫ് ജീസസ് എന്നാണ് അതിനവർ പേരിട്ടിട്ടുള്ളത്. ഹീബ്രുവിൽ അതിനെ സെഫർ ടൊളേഡോത്ത് യേശു എന്ന് പറയും. ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് യഹൂദരെ തടയുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ടൊളേഡോത്ത് യേശു എന്നാൽ എതിർ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ടൊളേഡോത്ത് യേശു എന്ന് പറഞ്ഞാൽ എതിർ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ആ ലെവലിലാണ് യേശു ക്രിസ്തുവിനെ അതിനകത്ത് അവർ അപമാനിച്ചു വച്ചിട്ടുള്ളത്. യേശുവിനെ ജാരസന്തതിയായും മന്ത്രവാദിയായും അബദ്ധ പ്രബോധകനുമായാണ് ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ക്രിസ്തുമതത്തെ അവഹേളിക്കാൻ വേണ്ടി മാത്രം എഴുതിയതായതുകൊണ്ട് ഇതിൻ്റെ ചരിത്രപരതയും ആധികാരികതയും പണ്ഡിതന്മാരൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇപ്രകാരം ഒരു ഗ്രന്ഥമുണ്ട്, യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാലത്ത് CMS പ്രസിൻ്റെ സ്ഥാപകനായ ശ്രീ ബെഞ്ചമിൻ ബെയ്ലി, അദ്ദേഹം ബൈബിൾ ഭാഷാ പണ്ഡിതന്മാരായ 8 സുറിയാനി വൈദികരുടെ സഹായത്തോടെ ബെയ്ലിയുടെ നേതൃത്വത്തിൽ പുതിയ നിയമം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് മോശ ഈശാർഭനിയെ ഉൾപ്പെടുത്തി മലയാള ഭാഷാ പണ്ഡിതനായ ചാത്തുമേനോനെയും അതുപോലെ സംസ്കൃത ഭാഷാ പണ്ഡിതനായ വൈദ്യനാഥ് അയ്യർ എന്നിവരെയും വിവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചു. ആ സമയത്ത് ചാത്തുമേനോനും സിറിയൻ കോളേജ് പ്രിൻസിപ്പളായ ജോസഫ് ഹിന്നുമായി ദീർഘനേരത്തെ ചർച്ചകൾ ബൈബിളിനെ പ്രതി ഉണ്ടായി. ജോസഫ് ഹെൻ
ചാത്തുമേനോൻ മലയാള ഭാഷാ പണ്ഡിതനാണ്. ജോസഫ് എന്നും മലയാള ഭാഷാ പണ്ഡിതനാണ്. ബൈബിൾ ഭാഷാ വിവർത്തനം നടക്കുന്ന സമയത്ത് ചാത്തുമേനോന് സംശയങ്ങളുണ്ടായി. അക്ഷരത്തിൽ അദ്ദേഹം ദൈവത്തെ അളക്കാൻ നോക്കി. ആ ടൈമിൽ ജോസഫൻ ചാത്തുമേനോന് ആത്മീയ അർത്ഥങ്ങൾ വിവരിച്ചു കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ഓരോ വാക്കുകൾ അക്ഷരത്തിൽ അളക്കുന്നതും ആ അക്ഷരത്തിലൂടെ ദൈവത്തെ അളന്നപ്പോൾ ചാത്തുമേനോനൊന്നും മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹം ജോസഫനുമായി തർക്കത്തിലാകും. അപ്പോൾ ജോസഫൻ എന്ത് ചെയ്യും? അതിൻ്റെ ആത്മീയ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആത്മീയ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ച് പറഞ്ഞുകൊടുത്ത മലയാള ഭാഷാ പണ്ഡിതനായ ചാത്തുമേനോൻ വെളിപാട് പുസ്തകം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കർത്താവായ യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ളത് അദ്ദേഹം വിവർത്തനത്തിലൂടെ ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുക്കാൻ മറ്റൊരു മലയാള ഭാഷാ പണ്ഡിതനെ ഉപയോഗിച്ചു. ഈ മലയാള ഭാഷാ പണ്ഡിതനായ ചാത്തുമേനോൻ അക്ഷരത്തിൽ ദൈവത്തെ അളക്കാൻ തുടങ്ങിയപ്പോൾ അതേ മലയാള ഭാഷാ പണ്ഡിതനായിരുന്ന ജോസഫൻ അതിൻ്റെ ആത്മീയ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ ആത്മീയ വ്യാഖ്യാനങ്ങൾ കേട്ട് ഗ്രഹിച്ചും വീണ്ടും തർക്കിച്ചും വീണ്ടും ആത്മീയ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കിയും വെളിപാട് പുസ്തകം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ചാത്തുമേനോൻ എന്ന മലയാള ഭാഷാ പണ്ഡിതൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ചരിത്രം കിടക്കുകയാണ്. അദ്ദേഹം സ്നാനം സ്വീകരിച്ച് ജോസഫ് ഹെൻ എന്നുള്ള മാമോദിസ പേര് സ്വീകരിക്കുകയും വലിയൊരു മിഷൻ പ്രവർത്തനവും മിഷണറിയുമായി മാറുകയും ചെയ്തു. കോട്ടയത്ത് CSI സഭയിലെ ആസ്ഥാനത്ത് ഒരു ഫെൻ കുടുംബത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഇത് ചാത്തുമേനോൻ്റെ കുടുംബമാണ്. ഈ ഫെൻ കുടുംബം എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. എന്തിനാണ് ഇത് പറഞ്ഞത്? ചരിത്രകാരൻ ചരിത്രങ്ങളിൽ യേശു ദൈവമാണെന്നതിൻ്റെ തെളിവ് പഴയ കാലഘട്ടത്തിലും നമ്മുടെ കാലഘട്ടത്തിലും ഒക്കെ ഉണ്ട്. ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെയും ഉൾക്കണ്ണുകളെ തുറക്കാൻ ഇടയാകണം. അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഉൾക്കണ്ണുകളെ ഇന്ന് ഈ ലോകത്തിൽ സുവിശേഷത്തെ കുഴിച്ചു മൂടാൻ പലരും ശ്രമിച്ചു. പക്ഷേ 10 പേർ അതിനായിട്ട് നിൽക്കുമ്പോൾ 100 പേരുടെ ഉൾക്കണ്ണുകളെ, ഉൾക്കാഴ്ചകളെ അത്യുന്നതനായ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ചില വ്യക്തികൾ പറയും പ്രവാചകന്മാരാണ്, ചിലർ പറയും മറിയത്തിൻ്റെ സാധാ മകനാണ്, ഉൾക്കാഴ്ച കിട്ടാത്ത സാധാ മനുഷ്യർ. പക്ഷെ ദൈവം വെളിപ്പെടുത്തുന്നവർ പറയും അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തുവിനെ ഉൾമനസ്സുകൊണ്ട് നീ യേശുവേ അവിടുന്ന് ദൈവമാണെങ്കിൽ, ചരിത്രകാരന്മാർ എഴുതി, തിരുവെഴുത്തുകളിൽ എഴുതി അവിടുന്ന് സത്യമായും ദൈവമാണെങ്കിൽ എൻ്റെ ഉള്ളിലും അങ്ങ് വെളിപ്പെടണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ബൈബിൾ മലയാളത്തിലേക്ക് ഭാഷ കൈമാറ്റം ചെയ്യാൻ ഇരുന്ന വ്യക്തികളെപ്പോലും ദൈവം മാറ്റിയെടുക്കുന്നു. വീണ്ടും കൂടുതൽ തെളിവുകളുമായി വരുന്നു. വീണ്ടും കൂടുതൽ തെളിവുകളുമായി അടുത്ത വീഡിയോയിൽ. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു സംശയം, എൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ തിരുവെഴുത്തുകളുണ്ട്. എൻ്റെ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷി നൽകാൻ റോമനിലെയും മറ്റ് ചരിത്രകാരന്മാരും അവരുടെ തൂലികകൾ എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ യേശുവിന് ഒരു ബേസ് ഉണ്ട്. എൻ്റെ യേശുവിനെക്കുറിച്ച് പറയാൻ 100 പേരുണ്ട്, അവരുടെ ചരിത്രങ്ങൾ തെളിയിക്കാൻ. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച്, നിങ്ങൾ ദൈവമെന്ന് പറയുന്ന, നീ ദൈവമെന്ന് ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? എന്താണ്? യേശു ജീവിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ്. യേശു ആദിയും അന്തവും ആൽഫയും ഒമേഗയുമാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നിത്യജീവനുണ്ട്, നിനക്ക് നിത്യരക്ഷയുണ്ട്, സമാധാനമുണ്ട്. കാരണം യേശു നൽകുന്ന സമാധാനം ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും നൽകുന്നത് പോലെയല്ല. യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുന്നവർ അവർ നിത്യതയെ കാണാൻ, നിത്യമായി സന്തോഷത്തിലായിരിക്കാൻ ഇടയാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.